ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അർച്ചന ചേച്ചി നമ്മുടെ അന്യന്മാരോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ രാജീവിനെ എവിടെയാണ് കൊണ്ട് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രി എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങളോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ചേച്ചി എന്ന് പറയുന്നത്. നിങ്ങൾ എന്നോട് കള്ളം പറയുമൊന്നും വേണ്ട, നിങ്ങളുടെ കസ്റ്റഡിയിലായിരുന്നു അവനെന്ന് എനിക്കറിയാം. ഞാൻ എത്ര പോയിട്ട് അയാളോട് ഞാൻ പറഞ്ഞിരുന്നു ഗീതുവിന് അനുകൂലമായിട്ട് സാക്ഷി പറയാനായിട്ട്. പക്ഷെ അയാൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ വളഞ്ഞ വഴി ഉപയോഗിച്ച് അയാളെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കി. പക്ഷേ എന്നിട്ടും അയാൾ ആ കോടതിയിൽ വന്ന് കണ്ടില്ലേ മൊഴി മാറ്റിയത്. അതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ചേച്ചി എങ്ങനെയെങ്കിലും ആ കേസിലൊന്ന് ജയിച്ച് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സത്യത്തിനൊപ്പം നമ്മൾ നിൽക്കുന്നത് കൊണ്ട്, ഒരു സാക്ഷിമൊഴി ഇല്ലാത്തത് കൊണ്ട് ആ കേസിൽ നമ്മൾ തോറ്റുപോകരുത് എന്നൊക്കെ കരുതിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ശരി, ഇനി അത് വിട്ടേക്ക്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ഏറ്റെടുത്ത് ചെയ്യാൻ നിൽക്കരുത്. കാരണം അത് റിസ്ക് പിടിച്ച കാര്യങ്ങളാണ്. ആ രാജീവിന് എന്തെങ്കിലും അപായം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അച്ചുവിൻ്റെ കാര്യം അറിയാലോ, അവൻ പോലീസാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. അവന് പിന്നെ എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസിൻ്റെ പശ്ചാത്തലം ഉണ്ടെങ്കിൽ അതിലൊന്നും ഒരിക്കലും ഒരു പോലീസാവാൻ സാധിക്കില്ല. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം. എന്ത് ചെയ്യുമ്പോഴും പലതവണ ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ. ഇനി എന്നോട് പറയാതെ നിങ്ങളൊന്നും ഇവിടെ ചെയ്തു പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ശരി ചേച്ചി, ഇല്ല എന്നൊക്കെ അവർ സമ്മതവും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചിന്നു നമ്മുടെ അർച്ചനയെ നല്ലോണം ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ ചിന്നു നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ആദ്യമായിട്ട് കാണുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്രയും തൻ്റെടിയും ഇത്രയും കഴിവുമുള്ള എൻ്റെ അമ്മയെ ഞാൻ ഒന്ന് നോക്കി നിന്ന് പോയതാണെന്ന് പറയുന്നുണ്ട്. എന്തപ്പം അങ്ങനെ ചോദിക്കാനെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ ഇത്രയും കാലം ഒറ്റയ്ക്കല്ലേ ഇത്രയും സാഹചര്യങ്ങൾ മറികടന്നുകൊണ്ട് ഈ ഒരു നിലയിലെത്തിയിട്ടുള്ളത്. പരീക്ഷയിൽ ജയിച്ചും LLB പരീക്ഷ ജയിച്ചും വക്കീലായും അതുപോലെ ഈ കുടുംബത്തെ ഇത്രത്തോളം നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അമ്മയുടെ ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു തൻ്റെ ഇടം, ആ ഒരു ധൈര്യം അത് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ ചെറുപ്പം മുതലേ എൻ്റെ അച്ഛൻ എല്ലാം നല്ലതും കെട്ടതും പറഞ്ഞാണ് എന്നെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനുള്ള തൻ്റെ ഇടവും ധൈര്യവും എനിക്ക് അച്ഛൻ തരുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് അല്ലെങ്കിലും അച്ഛനോടാണ് കാര്യം അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മുഖം ഒന്ന് വാടുന്നുണ്ട് അർച്ചനയുടെ. അത് ഞാൻ അമ്മയെ സങ്കടപ്പെടുത്താനായിട്ട് പറഞ്ഞതല്ല. എൻ്റെ സ്കൂളിലൊക്കെ എല്ലാവരും കൂടുതലും അച്ഛനോടാണ് സ്നേഹം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബന്ധവും സ്വന്തവും എല്ലാം എൻ്റെ അമ്മയാണെന്ന് അവർക്കറിയില്ലല്ലോ. എൻ്റെ പൊന്നാരമ്മയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അർച്ചനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് ചിന്നു. പിന്നീട് രാവിലെ നമ്മുടെ അർച്ചനയെക്കുറിച്ചുള്ള വാർത്തകളാണ് എല്ലാ പത്രങ്ങളിലും. അതൊക്കെ വായിച്ച് സന്തോഷവും ആനന്ദവും കണ്ടെത്തുന്നുണ്ട് വീട്ടിൽ രാവിലെ തന്നെ. ആ സമയത്ത് നമ്മുടെ മുകുന്ദൻ വന്ന് എല്ലാവരോടും പെട്ടെന്ന് റെഡി ആവാനായിട്ട് പറയുന്നുണ്ട്. വേഗം എല്ലാവരും കുളിച്ച് വേഗം വന്നേ, ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അർച്ചന ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് ഇത്ര ധൃതിയിൽ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് ഒരു വിശേഷ ദിവസമുണ്ട് അമ്പലത്തിൽ, നമുക്ക് എല്ലാവർക്കും ഇന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. എന്ത് വിശേഷം എന്ന് പറയുന്നുണ്ട്. ഞാൻ ചേച്ചി കേസ് ജയിച്ചാൽ ഒരു കാവടി നേർന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, ഇതൊക്കെ എപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട്. കേസ് ജയിച്ചിട്ട് ചേച്ചിനോട് പറയാമെന്ന് കരുതി, എന്തായാലും കേസ് ജയിച്ചില്ലേ, ഇനിയിപ്പോൾ ആ നേർച്ചക്കടം എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനിയൻ്റെ സ്നേഹം കണ്ട് നമ്മുടെ അർച്ചനയുടെ കണ്ണ് നിറയുന്നുണ്ട്. എന്നാലും മക്കളെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് സന്തോഷം കൊണ്ട് കണ്ണീര് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ എന്താ ചേച്ചി ഇതിനൊക്കെ കരയാൻ നിൽക്കുന്നത്, ചേച്ചി ഞങ്ങൾക്ക് ചെയ്തതിൻ്റെ പകുതി പോലും ഒന്നും ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുപാട് സന്തോഷത്തോടെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അമ്പലത്തിലേക്ക് പോയ സമയത്ത് നമ്മുടെ വിജയശങ്കറും ചന്ദ്രയും അവിടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും തൊഴുത് ഇറങ്ങിയതിന് ശേഷം അവർ സംസാരിക്കുന്നുണ്ട്. വിജയേട്ട, ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിന് സമാധാനമായില്ലേ, ഇനി ആ കേസിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട, അത് വിട്ടേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് എങ്ങനെ സാധിക്കുന്നു ചന്ദ്രേ അത് വിട്ടേക്കാൻ? നീ എന്നെ സമാധാനിപ്പിക്കാനാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ തോറ്റത് നിസാര കേസിലല്ല, ആ അർച്ചനയുടെ മുന്നിലാണ് എന്നൊക്കെ പറയുന്നത്. അതൊന്നും കാര്യമില്ല. എത്രയോ വലിയ സുപ്രീം കോടതി വക്കീൽമാർ പോലും ഇങ്ങനത്തെയുള്ള സാധാ കോടതികളിൽ വന്ന് ഓരോ കേസ് വാദിച്ച് തോൽക്കാറില്ലേ, അങ്ങനെ കരുതിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ തോൽവി എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല ചന്ദ്രേ. എന്തായാലും ഞാനിതൊന്നും വിട്ടുകൊടുക്കില്ല. ഞാൻ അവളെ ഇനി ജയിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ്
അമ്പലത്തിൽ കൊട്ടും പാട്ടും മേളൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അവർ ഇതെന്താ പ്രത്യേകിച്ച് ഇന്ന് എന്തെങ്കിലും വിശേഷ ദിവസം ഉണ്ടോ എന്ന് പരസ്പരം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് ആ പൂജാരിയോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, സ്വാമി ഇന്ന് എന്തെങ്കിലും അമ്പലത്തിൽ വിശേഷം ഉണ്ടോ, എന്താ ഇവിടെ പാട്ടും മേളമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആ പൂജാരി പറയുന്നുണ്ട്, ഇന്ന് അർച്ചനയുടെ അനിയൻ ഒരു കാവടി നേർച്ചയാക്കിയിട്ടുണ്ട്. അർച്ചന ആ കേസ് ജയിച്ചാൽ ആ നേർച്ചക്കട ഇവിടെ വീട്ടുകയാണെന്ന് പറയുന്നുണ്ട്. ഇതാണപ്പോൾ വലിയ കാര്യം എന്നുള്ള രീതിയിലും ഒരു പുച്ഛഭാവത്തോടു കൂടി അവരിങ്ങനെ നിൽക്കുന്നുണ്ട്. വിജയേട്ടാ, നമുക്ക് പെട്ടെന്ന് ഇവിടേക്ക് പോവാം. ഇനി അവരുടെ ആ ഒരു കാവടി തുള്ളലും കൂടി എനിക്ക് കാണാൻ വയ്യ. അവരുടെ കണ്ണ് പിടിച്ച് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പമ്പ കടക്കണം എന്നുള്ള രീതിയിൽ അവർ പെട്ടെന്ന് തന്നെ അർച്ചനയുടെയും അനിയന്മാരുടെയും കണ്ണിൽപ്പെടാതെ പോകാനായിട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ അർച്ചനയും അനിയന്മാരും കൂടെ കൊട്ടും പാട്ടും മേളവുമായി കാവടിയും കൊണ്ട് പ്രാർത്ഥിച്ച് തൊഴുത് വരുന്നുണ്ട് സന്തോഷത്തോടു കൂടി. അങ്ങനെ അനന്തൻ കയ്യിൽ ഒരു ബക്കറ്റും വെള്ളം, അത് നമ്മുടെ കയ്യിൽ ബക്കറ്റും വെള്ളമായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിജയശങ്കറിൻ്റെ കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഇത് വിജയശങ്കറിൻ്റെ കാറല്ലേ എന്ന് പറഞ്ഞ് ആ കാറിൽ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ ഒഴിക്കുന്നത് കണ്ട് ചന്ദ്ര വേഗം ദേഷ്യത്തോടെ വരുന്നുണ്ട്. ആരടാ നിന്നോട് ഈ കാറിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഒഴിച്ചു. ഞാനിതേ ഇവൻ്റെ മേലെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നതാ, അതറിയാതെ നിങ്ങളുടെ കാറിൽ വീണതാണെന്നൊക്കെ പറയുന്നുണ്ട്. നീ അറിയാതെയൊന്നുമല്ല, വേണമെന്ന് വെച്ചിട്ട് നീ കാറിൽ വീഴ്ത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വിജയശങ്കർ പറയുന്നുണ്ട്, ഇവിടെ ഇത്രയും കാറുകളും വണ്ടികളും ഉണ്ടല്ലോ, എന്നിട്ട് എന്താ ആ വണ്ടിയിലും കാറിലൊന്നും ഈ വെള്ളം വീഴാതിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അച്ചുവും അതുപോലെ തന്നെ അനന്തനും ദേഷ്യപ്പെട്ട് ഇവരോട് ശകാരിക്കാനായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അർച്ചന പറയുന്നുണ്ട്, വേണ്ട, ഞാൻ ഇതിനുള്ള മറുപടി കൊടുത്തോളാം എന്ന് പറഞ്ഞ് അർച്ചന മുന്നിലേക്ക് വരുന്നുണ്ട്. അതെ, വേണം വെച്ച് ഒഴിച്ചത് തന്നെ, അതിനിപ്പോൾ എന്താ, വേണമെങ്കിൽ തുടച്ചു മാറ്റിക്കോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രയ്ക്ക് ദേഷ്യം വന്ന്, എടി മര്യാദയ്ക്ക് നീ തന്നെ തുടച്ചോ, നിങ്ങളല്ലേ ചെയ്തത്, നിന്നെ ഇവിടെ നിന്ന് ഈ കാറ് തുടപ്പിച്ചിട്ട് നിന്നെ വിടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനൊന്നും എനിക്ക് സമയമില്ല, എനിക്ക് എൻ്റെ അനിയന്മാർ കാവടി തുള്ളുന്നത് കണ്ടില്ലേ, എനിക്ക് വേണ്ടി നേർച്ച ചെയ്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. തനിയെ ഉണങ്ങിക്കോളും, വെയിൽ കൊണ്ട് കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വിജയശങ്കറിനും ചന്ദ്രയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇവളുടെയൊക്കെ ഒരു തുള്ളൽ, നിർത്തടാ എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര. ആ സമയത്ത് ഇത് നീ വിചാരിച്ച നിർത്താൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, നീ പോയി പണി നോക്കി എന്നുള്ള രീതിയിൽ നമ്മുടെ അർച്ചനയും അനിയന്മാരും പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് പൂജാരി വിളിക്കുന്നുണ്ട്, വരൂ, നിങ്ങൾക്കുള്ള സമയമായി പൂജ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ ശരി, ഞങ്ങൾ പോട്ടെ, നിങ്ങളെപ്പോലുള്ള ആൾക്കാരോട് സംസാരിച്ച് കളയാൻ സമയമില്ല, നമുക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അർച്ചന അവരെ പുച്ഛിച്ച് തള്ളി അവിടെ നിന്ന് മാറി പോകുന്നുണ്ട്. അങ്ങനെ വിജയശങ്കറും അതുപോലെ തന്നെ ചന്ദ്രയും അവരുടെ മുന്നിൽ ആകെ തോറ്റ് തൊപ്പിയിട്ട് നാണം കെട്ട് അമ്പലനടയിൽ നിൽക്കുന്നുണ്ട്. വേണമെന്ന് വെച്ച് നമ്മളെ കരിവാരി തേക്കാനായിട്ട് നമ്മളോടുള്ള അമർഷം ആ കാറിനോട് തീർത്തതാണ് ചന്ദ്രേട്ടാ, വിജയേട്ടാ, ഇതൊന്നും വെറുതെ വിടരുത് എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര.